ആ ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം പള്ളിയിലേക്ക് കൊടുത്തു വിടാനായിട്ട് ഒരു നോയമ്പ് കഞ്ഞാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നോയമ്പ് പിടിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നോയമ്പ് ഉറപ്പിന് ഇച്ചിരി കഞ്ഞി കിട്ടുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ ഈ ഭാഗത്തൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്കാണ് ഞാനിന്ന് കഞ്ഞി വെക്കുന്നത്. ഞാൻ നേരത്തെ ഇതിന് മുമ്പ് പള്ളിയിലൊക്കെ ഇതുപോലെ നോയമ്പിന് കഞ്ഞി വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിക്കാണ്. ഇപ്പം നമ്മൾ ഈ നോയമ്പ് കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു 100 പേർക്കുള്ളതാണ് കേട്ടോ. ഇപ്പം എങ്ങനെ ആദ്യം നോക്കാം. ഇത് കുറച്ച് പച്ചരിയാണ്. ഇത് ആദ്യമേ തന്നെ നമുക്ക് വെള്ളത്തിനകത്തോട്ടിട്ടാം. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. ഈ അരി ഒന്ന് കുതിർന്നിട്ട് വേണം നല്ലപോലെ കഴുകിയെടുക്കാനായിട്ട്. ഇതാണ് നമ്മളൊരു 5 കിലോ പച്ചരി എടുത്തിട്ടുള്ളൂ. അത് വെള്ളത്തിനകത്ത് കിടന്ന് നല്ലപോലെ കുതിരട്ടെ. അപ്പോൾ ആ കഞ്ഞിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണിത്. ഇത് വഴിയെ പരിചയപ്പെടുത്താം. ഞാൻ ഇതൊക്കെ ഒന്ന് ഒരുക്കി വെക്കട്ടെ. ഇതിപ്പോൾ ഇത്ര മേടിച്ചതുള്ളൂ കേട്ടോ. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഞാൻ ഇത് 1 കിലോ ഉണ്ട്. ഇത്ര ഒന്നും വേണ്ട, കുറച്ചെടുക്കാം. ഒരു 1/2 കിലോ എങ്കിലും എടുക്കാം. വലിയ ഉള്ളി നോക്കി അങ്ങോട്ട് എടുക്കാം. അപ്പം വേറെ ആരുണ്ട്, ഒറ്റയ്ക്ക് കിടന്ന് ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാം അവിടെ ഒരു കൂട്ടത്തിൽ വന്നു ഞങ്ങൾ 2 പേരും കൂടെ ബാക്കി പണികളൊക്കെ ഒന്ന് ചേർക്കട്ടെ. അതായത് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കിടക്കല്ലേ. അപ്പോൾ എല്ലാം പെതുക്കെ ഇരുന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കട്ടെ. ഞാനിപ്പം ഓർക്കുകയായിരുന്നു, നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി തന്നെ നമ്മളോട് ഈ നിമിഷം വരെ ഇടപെട്ടിരിക്കുന്നു. അപ്പം യുദ്ധമൊക്കെ നടക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും സുരക്ഷിതമായിരിക്കുക. അതുമാത്രമല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെയേറെ സൂക്ഷിച്ചും അതുപോലെ തന്നെ ജീവനഹാനി ഉണ്ടാക്കുന്ന രീതിയിലൊന്നും വെളിയിലോട്ടൊന്നും ഇറങ്ങി നടക്കില്ല. ഓരോരോ സർക്കാർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുക. ജീവൻ തന്നെയല്ല ഏറ്റവും വലുത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. യുദ്ധം കൊണ്ട് നമുക്കെല്ലാവർക്കും സങ്കടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വലിയ ഉള്ളിയാണേ, അതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാം. അല്ല, ഇപ്പോൾ വേറെ ആരുണ്ട്, ഉള്ളിക്കൊക്കെ ഇപ്പം വിലക്കുറവുണ്ട്. ആ, ഇനിയിപ്പോൾ യുദ്ധം കഴിയുമ്പോഴത്തേക്കും അറിയാം ഈ സാധനത്തിൻ്റെയൊക്കെ വില. പുറത്ത് പോലും പോകത്തില്ല, എല്ലാം മേടിച്ചോണ്ട് വരും. നമുക്ക് വിലയും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പം ഇതെല്ലാം ഒന്ന് പൊളിച്ച് അരിഞ്ഞെടുക്കട്ടെ. കേട്ടോ, ഞാൻ ഒരു 1/2 കിലോ ഉള്ളി എടുത്തിട്ടുള്ളൂ. അടുത്ത വെളുത്തുള്ളി. ഇപ്പോഴത്തെ വെളുത്തുള്ളി എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ രീതിയിലുള്ള ഇങ്ങനത്തെ വെളുത്തുള്ളി വരുന്നത്. വിളയാത്തതെന്നല്ല, ഇത് മറ്റേ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നല്ല ഉണങ്ങിയ വെളുത്തുള്ളിയാണ്. ഇത് പക്ഷേ അങ്ങനല്ല. ഇതിൽ ഭയങ്കര കൈ ചിലപ്പോൾ പൊള്ളാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കിത് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ചെമ്പ് അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കാം. കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം കൂടെ കുടിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കത്തിക്കട്ടെ. അടയ്ക്കട്ടെ, വെള്ളം ഒന്ന് തിളക്കട്ടെ. ഒരു 2-3 കഷ്ണം ചുക്കുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കും. പൊടിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഇട്ടിച്ചെടുക്കണം. ഈ നോയമ്പ് കഞ്ഞിക്ക് ഇച്ചിരി ചുക്കൊക്കെ ഇടുന്നത് നല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെ ഒന്ന് ചതച്ചൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ്. ചുക്ക് ചതച്ചതിന് ശേഷം നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടായി വരുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത് ആശാളിയാണ്. ഈ കടുകുമണിയില്ല, അതിനെക്കാട്ട് ചെറുതാണ്. ഇത് ഒരുപാട് ഔഷധ ഗുണം ഉള്ള സാധനമാണ് ഇത് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും സംശയം ഉണ്ടെങ്കിൽ ഇത് നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. കാരണം ഇത് പണ്ട് കാലം തൊട്ട് ഇതേപോലെ കഞ്ഞിക്കൊക്കെ ചേർക്കുന്ന ഒരു ഐറ്റമാണ്. നല്ല പ്രതിരോധ ശക്തി കിട്ടുന്ന സാധനം എന്നൊക്കെയാണ് പറയുന്നത്. അത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നിങ്ങൾ നോക്കുക, സംശയമുള്ളവർ നോക്കുക. ഇത് നമ്മളൊരു 100 ഗ്രാം അളവിലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കഴുകി വേണം നമുക്ക് അതിനകത്ത് ഇടാനായിട്ട്. എല്ലുകൾക്കൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. എല്ല് അസ്ഥിക്കൊക്കെ ബലം
കിട്ടും, അതുപോലെ പ്രതിരോധ ശക്തി കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് ഇതിനെ കേട്ടോ. അപ്പം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒന്ന് അരിച്ചെടുക്കുക. നമ്മൾ കാശാളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്താ പറയുക, ഇത് പലർക്കും അറിയത്തില്ല. ഇനി നമുക്കത് ഒരു പിടി ഉലുവ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ആ ഉലുവായും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട്, ശമ്പള ജീരകം. ഇത് ചെറിയ ജീരകമാണ്, കുറച്ച് ജീരകവും കൂടെ നമുക്ക് ഇതിനകത്ത്. ഇത് 100 ഗ്രാം അളവിനെ കേട്ടോ, നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നുള്ളൂ. പകുതി എടുത്താൽ മതി അല്ലേ? ആ, അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി കണ്ട് എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചുക്ക് അതുകൂടെ അതിൻ്റെ എടുത്തിട്ടിടാം. കാര്യം ഇതെല്ലാം കിടന്ന് വേകണം. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ തിളച്ച് വെന്ത് ഈ വെള്ളത്തിൻ്റെ അകത്ത് ഈ സത്തെല്ലാം പിടിക്കണം. അപ്പോൾ ഈ കഞ്ഞിക്കുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അറച്ച് വെക്കുകയാണ്. ഇത് പിടിക്കട്ടെ. ഇത് നമുക്ക് അരി കഴുകണം, എന്നിട്ട് വേണം തേങ്ങ അരണ്ടി എടുക്കാൻ. അപ്പം ദേ കുറച്ച് സമയമായി അരി വെള്ളത്തിനകത്ത് കിടക്കുന്നു. നല്ലപോലെ കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ കഴുകിക്കൊണ്ട് വരട്ടെ. അപ്പോൾ ഇതൊന്ന് പിടിച്ച് നമുക്ക് ഒന്ന് കഴുകിക്കൊണ്ട് വരാം. ഞങ്ങളിതൊന്ന് നല്ലപോലെ കഴുകിക്കൊണ്ട് വരട്ടെ. പൈപ്പിച്ചോട്ടിലോട്ട് പോവാം. അപ്പോൾ അരിയൊക്കെ ഇത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്നിട്ട് അരി അങ്ങോട്ടില്ല. ഇനി നമുക്ക് അരി അങ്ങോട്ട് ഇട്ടു വേണ്ട. അപ്പോൾ നമ്മളെ അരിയൊക്കെ ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി. ഞാൻ നോയമ്പ് സമയത്ത് ആ പണിക്ക് പോകുന്നു. വലിയ ചെമ്പാണ്. ആ ചെമ്പിൻ്റെ അകത്തോട്ട് ഒരു 3/4 പാത്രം വെള്ളം അങ്ങോട്ട് കയറ്റിട്ട്. കാര്യം അവിടെ 400, 450 പേര്, 500 പേര് അടുത്തുണ്ട്. ഞാനും വേറൊരു വയ്യാത്ത ഒരു അണ്ണനും കൂടെ ആയിരുന്നു അന്ന് അവിടെ പാചകമൊക്കെ ചെയ്യുന്നത്. പുള്ളി പാത്രം കഴുകാനൊക്കെ പാചകമൊക്കെ ഞാൻ തന്നെയാണ്. കഞ്ഞിയും അത്രയും പേർക്കുള്ള കറിയൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചെയ്തോണ്ടിരുന്നത്. കപ്പയും എണ്ണ കൂട്ടിട്ട് കുഴയ്ക്കും. എത്ര കിലോ എന്നറിയാം, 100 കിലോ കപ്പയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കൊത്തി എന്നൊക്കെ അത് ചെയ്യുമായിരുന്നു കേട്ടോ. അത്രയും പണിയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്കൊരു ക്ഷീണമോ ഇതൊന്നും തോന്നത്തില്ല, എനിക്കിഷ്ടമായിരുന്നു. ഇപ്പം പിന്നെ വയ്യാത്തതുകൊണ്ടാണ് പോകാൻ. അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ ഞാൻ പോയാനെ. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആയിക്കോട്ടെ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് നടച്ചു വെക്കാം. ഇതെല്ലാം ഈ അരിയൊക്കെ ഇട്ടില്ലേ, ഇതൊക്കെ നല്ലപോലെ വേകണം. എത്ര സമയം അടുപ്പത്തിരിക്കുന്നോ അത്ര നല്ലതാണ്. കാര്യം നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ഈ ചേരുവയും ഈ അരിയൊക്കെ അതിനകത്തോട്ട് വെന്ത് ഇതിൻ്റെ എല്ലാ ടേസ്റ്റും ഈ ചോറ പിടിക്കണം, വെന്ത് കുറുകണം. അടുത്തായിട്ട് തേങ്ങ ഇരണ്ടുക എന്നുള്ളതാണ്. 5-6 തേങ്ങ അങ്ങോട്ട് എടുക്കുക, പൊട്ടിച്ചിട്ട് എല്ലാം കഞ്ഞ് തിളച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കിക്കോണം. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. ഇത് തിളച്ച് പെട്ടെന്ന് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടട്ടെ. ഇതാ വലിയൊരു കുഴമ്പ. തേങ്ങ ചിരണ്ടാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ചിരണ്ടി എടുക്കട്ടെ. കുറേ സമയമായിട്ട് തേങ്ങ ചിരണ്ടായിരുന്നു. ഏതായാലും വിജയകരമായി പൂർത്തീകരിച്ചു. അപ്പം തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണ്. ഇനി ഈ വെളുത്തുള്ളി തേങ്ങായി എല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് നല്ലപോലെ ഒന്ന് അരച്ചോണ്ട് വരും.
കഞ്ഞിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് അടുപ്പായതുകൊണ്ടേ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു തന്നെ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഈ തീ ഒന്ന് കുറച്ച് വെക്കാം. വിറകടുപ്പാനാണെങ്കിലുണ്ടല്ലോ ഇതിങ്ങനെ അടുപ്പത്ത് കിടന്ന് ചെറിയ തീയിൽ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്യാസ് അടുപ്പായതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. തേങ്ങയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് അതുകൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടിട്ടു. തേങ്ങയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഈ കഞ്ഞിക്ക്. ഒരു പക്ഷേ പലർക്കും ഇത് അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരുപാടങ്ങ് കുറിപ്പോല്ലേ. കാരണം ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ചെറിയ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസിൻ്റെ അകത്താണ് ഈ കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇത് കഴിക്കുന്നത്. ഈ വെളുത്തുള്ളി തേങ്ങയൊക്കെ അരച്ച് ചേർത്തിരിക്കുന്നതല്ലേ, ഒരല്പസമയം ഇങ്ങനെ ഇരിക്കണം. കാര്യം അതൊന്ന് വേഗണം. വെന്ത് ഈ കഞ്ഞിയിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങണം. ഈ ഒരു രീതിക്ക് വേണം നമുക്കത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ അങ്ങ് നിർത്താം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഏതായാലും വൈകുന്നേരം നോയമ്പുറപ്പിനുള്ളത് പള്ളിയിലേക്ക് കൊടുത്തു വിടാനുള്ളതാണ്. അപ്പോൾ കുറച്ച് സമയം ഇരിക്കട്ടെ. ഇരിക്കുമ്പോഴത്തേക്കാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് തണുക്കുകയും ചെയ്യണം. എങ്ങനെയായാലും 2-3 മണിക്കൂറെങ്കിലും ഇരിക്കണം. നല്ലൊരു തണുത്തേക്ക് മാത്രമല്ലേ കുടിക്കാൻ പറ്റും. അപ്പം നമുക്ക് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. ഇച്ചിരി സമയം റെസ്റ്റ് എടുക്കാം ഞങ്ങൾ. ഇപ്പം നോയമ്പ് കഞ്ഞിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോയത്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഇപ്പം 4-4:30 ആയി. നോയമ്പുറപ്പിൻ്റെ സമയമായി. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലാക്കിയിട്ടേ കൊടുത്തുവിടും. അപ്പോൾ കഞ്ഞിയൊക്കെ വേണ്ടേ. ഇപ്പം ഇപ്പോഴും നല്ല ചൂടാണ് കേട്ടോ. തീർന്ന് നല്ലപോലെ തണുക്കണം. എന്നാൽ മാത്രമേ ഇതിപ്പോൾ ആളെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പിന്നെ തണുത്തോളും. ഇപ്പം നമുക്ക് ഇതേപോലുള്ള പാത്രത്തിൻ്റെ അകത്ത് ആക്കാം. കാര്യം കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു പാത്രം നിറച്ചായി. ഇനി ഒരു ശകലം കൂടെ ഉണ്ട്. അത് വേറൊരു പാത്രത്തിൻ്റെ അകത്ത് ആക്കിയിട്ട് കൊടുത്തുവിട്ടേക്കാം. ഇപ്പം കഞ്ഞി മാത്രമല്ല കേട്ടോ, അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇനി ഉഴുന്നുവടയും വേറെ അല്ല സമൂസ, ഉഴുന്നുവട സമൂസ ഒക്കെ ഉണ്ട്. എല്ലാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് മേടിച്ചോണ്ട് പോകണം. ഇപ്പം കഞ്ഞിയെല്ലാം വണ്ടിക്കകത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു 3-4 പാക്കറ്റ് അച്ചാർ, നമ്മുടെ തന്നെ സ്വന്തം അച്ചാറാണ്. അപ്പം അതുകൂടെ കൊടുക്കാം. ആവശ്യമുള്ളത് എടുത്തോട്ടെ. അപ്പം ഇന്നത്തെ നോയമ്പ് തുറപ്പിന് പള്ളിയിലേക്കുള്ളതാണ്. അത് ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടി റെഡിയാക്കിയതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് സമൂസയും ഉഴുന്നുവടയൊക്കെ ഉണ്ട്. അതൊക്കെ വേണം മേടിച്ചുകൊണ്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.